ഈ വിമാനത്താവളങ്ങളിലൊക്കെ എത്തുമ്പോൾ കർശനമായ പരിശോധനകളുണ്ടല്ലേ, അതൊക്കെ അതിൻ്റെ നടപടികൾ ക്രമം അനുസരിച്ച് നടക്കണം. അപ്പോൾ അതിൽ നമുക്കൊരു അസ്വസ്ഥത തോന്നി, അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇതൊക്കെ പരിശോധിക്കണമെന്ന് തോന്നി, നമ്മൾ കൈവിട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അബദ്ധമേ ഉണ്ടാക്കൂ. പിന്നെ പണി കിട്ടിയിട്ട് അയ്യോ ഭാവി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു പരിശോധന നടത്തി, പരിശോധനയിൽ ഒരു യാത്രക്കാരന് വല്ലാത്ത അസ്വസ്ഥത. അദ്ദേഹം പറഞ്ഞു, എന്താ എൻ്റെ ബാഗിൽ എന്താ ബോംബുണ്ടോ എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ആള് അറസ്റ്റിലായി. ഇത് നമ്മുടെ നെടുമ്പാശ്ശേരിയിലാണ് ഈ സംഭവം നടന്നത്. പ്രതി ജോസഫ് കൊച്ചിയിൽ നിന്ന് കാര്യം പറയും. പ്രതിപെട്ട ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലേ, ഈ പരിശോധനയാണ്. ചില പരിശോധനയൊക്കെ കുറേ നേരമൊക്കെ എടുക്കും, നമുക്ക് ചില അസ്വസ്ഥതയൊക്കെ തോന്നാം. പക്ഷേ ഇത് നമ്മുടെയും കൂടെ ഈ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ സുരക്ഷയെ മാനിച്ചാണ് ഈ പരിശോധന എന്ന് നമ്മൾ ഓർക്കണമല്ലോ. അപ്പോൾ തമാശയ്ക്കൊന്നും ബോംബെന്നോ അല്ലെങ്കിൽ ഭീകരവാദികൾ എന്നൊന്നും പറയാതിരിക്കുന്നതാണ് ബുദ്ധി. എന്തായാലും പറഞ്ഞതിനെ കിട്ടി അദ്ദേഹത്തിന്, അല്ലേ? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും വരുന്നൊരു വാർത്തയാണ്, വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനകൾക്കിടെ ബാഗിൽ ബോംബുണ്ടെന്ന് വെളിപ്പെടുത്തിയ ആൾ പിടിയിലായി എന്നുള്ളത്. പലപ്പോഴും ഈ സുരക്ഷാ പരിശോധനയിൽ അസ്വസ്ഥരായിട്ടാണ് പല ആളുകളും ഇത്തരത്തിൽ ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ചിലർ പറയും ബാഗിൽ ബോംബുണ്ടെന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആവർത്തിച്ച് പറയുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള മനോജ് എന്ന് പറയുന്ന യാത്രക്കാരനാണ് പരിശോധനകളിൽ അസ്വസ്ഥനായിട്ട് ബാഗിൽ ബോംബുണ്ട് എന്ന് പലതവണ വിളിച്ചു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പ്രശാന്ത് എന്നു പേരുള്ള ആഫ്രിക്കയിലേക്ക് പോകാനെത്തിയ യാത്രക്കാരനാണ് തൻ്റെ ബാഗിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞത്. ഇതൊക്കെയും ഇത്തരം സുരക്ഷാ പരിശോധനകളിൽ അസ്വസ്ഥത കാണിച്ചുകൊണ്ടായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ അല്പം ലേറ്റായിട്ടൊക്കെ ആയിരിക്കാം വിമാനത്താവളത്തിൽ എത്തുന്നത്. ഒരുപക്ഷെ ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപൊക്കെ ആയിട്ടായിരിക്കാം വിമാനത്താവളത്തിൽ എത്തുന്നത്. സുരക്ഷാ പരിശോധനകൾ ഉദ്യോഗസ്ഥർ ബാഗുകൾ തിരിച്ചും മറിച്ചുമൊക്കെ പരിശോധിക്കുമ്പോൾ കൂടുതൽ സമയം നഷ്ടപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. അതല്ലെങ്കിൽ നമ്മൾ പതിവായി യാത്ര ചെയ്യുന്ന ആളുകളാവാം, മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ ബാഗിൽ അത്യാവശ്യം വേണ്ട വസ്തുക്കൾ മാത്രം വളരെ അടുക്കി ഭദ്രമായി കൊണ്ടുപോകുന്ന ഒരാളാകാം. അതൊക്കെ പരിശോധനയുടെ പേരിൽ എടുത്ത് മറിച്ചിട്ട് പരിശോധിക്കുമ്പോഴത്തെ ഒരു അസ്വസ്ഥത കൊണ്ട്, അല്ലെങ്കിൽ സമയം പോകുമ്പോഴത്തെ ഒരു അസ്വസ്ഥത കൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് അരിശം വന്നിട്ട് ആ ബാഗിൽ ബോംബുണ്ട്, നിങ്ങൾ പരിശോധിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക്, ബോംബ് എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ വിമാനത്താവളത്തിൽ മറ്റെങ്ങുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. ഒരു മിനി അടിയന്തരാവസ്ഥ തന്നെ ഒരുക്കും. എല്ലാ ഏജൻസികളെയും വിവരമറിയിക്കും, പോലീസിനെ വിവരമറിയിക്കും. ആ യാത്രക്കാരൻ്റെ മാത്രമല്ല, ആ വിമാനത്തിൽ പോകുന്ന മറ്റ് പല ആളുകളുടെയും ലഗേജുകൾ ഉൾപ്പെടെ വളരെ വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശി ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യാനിരുന്നയാൾ ഒരേ PNR നമ്പറിൽ മറ്റ് 4 പേർ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഇയാൾ ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ലഗേജുകളെല്ലാം വിമാനത്തിൽ കയറ്റി വിമാനം ഏതാണ്ട് പുറപ്പെടാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ ലഗേജുകളെല്ലാം പുറത്തിറക്കി വീണ്ടും പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷമാണ് വിമാനം പുറപ്പെടാൻ അനുവദിച്ചത്. ഇത്തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ ആളുകൾ യാത്ര ഒരിക്കലും നടക്കാറുമില്ല. വേണമെങ്കിൽ വിമാന കമ്പനികൾക്ക് അവരെ കുറച്ചു കാലത്തേക്കോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ആയുഷ്കാലത്തേക്കോ വേണമെങ്കിൽ പോലും അവരെ ആ യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യാം. അതുകൊണ്ട് ബോംബ് എന്നുള്ള പദം യാതൊരു കാരണവശാലും വിമാനത്താവളത്തിൽ കയറിയാൽ ഉപയോഗിക്കാതെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഇത്തിരി ക്ഷമയോടൊക്കെ കാത്തിരിക്കേണ്ടി വരും. അതിൽ അസ്വസ്ഥത കാണിച്ച് ആളാകാൻ പോയാൽ, ഇങ്ങനെയൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞാൽ പിന്നെ അവസാനം യാത്രയും കുളമാവും, ജീവിതവും വലിയ പ്രതിസന്ധിയിലായി പോകും. അതുകൊണ്ട് ക്ഷമിക്കുക എന്നൊരു കാര്യം കൂടി ഉണ്ട്. ശരി, പ്രതിപേട്ട കാണാം.